ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വീതം വിജയിയായി തിരഞ്ഞെടുത്ത് അവർക്ക് 1 മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുക്കും എന്ന് പ്രോമിസ് ചെയ്തത് പ്രകാരം ഇന്ന് നമ്മുടെ ആദ്യത്തെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ഇത് ഇന്ന് അവസാനിക്കുന്ന പരിപാടിയല്ല. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടുക. ഒന്നിൽ കൂടുതൽ തവണ എഴുതിയിടാതിരിക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് എൻട്രിയും റിമൂവ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ ചെയ്യുന്നതാണ്. ഒന്നിലധികം എൻട്രീസ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്ത് പോകും. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡബിൾ എൻട്രി ഇടുന്നുണ്ടെങ്കിൽ വേറെ ഫോൺ നമ്പറെങ്കിലും ഇടാൻ ശ്രദ്ധിക്കുക. സോ ആ വാട്സപ്പ് നമ്പറിലാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ നമ്പർ തന്നെ ആയിരിക്കണം. സോ എന്ത് തന്നെ ആയാലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിനു വേണ്ടിയിട്ട് ലിസ്റ്റ് മൊത്തം റെഡിയാക്കേണ്ട. ഈ ചാനൽ ഇപ്പോൾ 8540 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും രജിസ്റ്റർ ചെയ്ത 163 പേരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം എൻട്രി നമ്പർ ഇങ്ങനെ സീരിയസ് ആയിട്ട് എഴുതിയിട്ടിട്ട് 163 എൻട്രീസ് ആണ് ഇതുവരെയും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോയുടെ ഒരു രീതി. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരു പേര് പിക്ക് ചെയ്ത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇതിൽ വിന്നറായി വന്ന ആളെ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഞാനത് റാൻഡം പിക്കാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻട്രി നമ്പർ 93 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ പേജ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇത് രണ്ടാമത്തെ സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി ഒരു റാൻഡം പിക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ എൻട്രി നമ്പർ 27 ആണ് വന്നിരിക്കുന്നത്. ഫൈനൽ ഒരു അറ്റംപ്റ്റ് കൂടി, ഒരു ട്രയൽ കൂടി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ നറുക്കെടുപ്പിൽ 5 ഡ്രോയാണ് നമ്മളിവിടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 75 ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ സാമ്പിളാണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ നറുക്കെടുപ്പിലേക്ക് പോവാണ്. ആദ്യമായിട്ടുള്ള വിന്നർ ആരാണെന്ന് നോക്കാം. അതായത് ഓരോ 100 സബ്സ്ക്രൈബർ, ഇപ്പോൾ 8500 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി 9000 ആകുമ്പോൾ വീണ്ടും നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവും. ഇതിനകത്ത് വിന്നറായി വരുന്ന, ഇന്നിപ്പം വിജയിച്ച് വരുന്ന 5 പേരുടെ പേരുകൾ മാത്രമാണ് നേരത്തെ കാണിച്ച ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. ബാക്കിയുള്ള പേരുകൾ ആസ് ഇറ്റ് ഈസ് അവിടെ തുടരും. സോ നിങ്ങൾ എൻട്രി ചെയ്തവർ വീണ്ടും പേര് ആഡ് ചെയ്യണം നിർബന്ധമില്ല. ഇനി പുതിയ ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ പേരുകൾ എൻ്റർ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഞാനിവിടെ പേജ് റിഫ്രഷ് പ്രസ് ചെയ്യാണ്. ആദ്യത്തെ വിജയായി വന്നിരിക്കുന്നത് 63, രജിസ്ട്രേഷൻ നമ്പർ 63, വിജേഷ് EP. ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന ആളാണ്, വിജേഷ് EP. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വിജയിയെ നോക്കാം. രണ്ടാമത്തെ എൻട്രി നമ്പർ 18 ആണ്. ഇത് വന്നിരിക്കുന്നത് ശരത് ചന്ദ്ര ബാബു VT, എറണാകുളം. മൂന്നാമത്തെ ആളെ തിരഞ്ഞെടുക്കുകയാണ്. മൂന്നാമത്തെ വിന്നറായി വന്നിരിക്കുന്നത് നമ്പർ 72, രാജേഷ്, മലപ്പുറം. നാലാമത്തെ വിന്നർ ആരാണെന്ന് നോക്കാം. നാലാമത്തെ വിന്നറായി വന്നിരിക്കുന്നത് എൻട്രി നമ്പർ 163, ജോജു, എറണാകുളം. അഞ്ചാമത്തെ വിജയി ആരാണെന്ന് നോക്കാം. അഞ്ചാമത്തെ വിജയായി വന്നിരിക്കുന്നത് ഇവിടെ നമ്പർ 9, സിവിതരൻ, ട്രിവാൻഡ്രം. അപ്പോൾ 5 വിജയികളെയും നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് എൻട്രി നമ്പർ 63, വിജേഷ് EP ആണ്. രണ്ടാമത്തേത് ശരത് ചന്ദ്ര ബാബു ആണ്. മൂന്നാമത്തേത് എൻട്രി നമ്പർ 72, രാജേഷ് ആണ്. നാലാമതായി വന്നിരിക്കുന്നത് 163 രജിസ്ട്രേഷൻ നമ്പർ ജോജു ആണ്. അഞ്ചാമതായി വന്നിരിക്കുന്നത് നമ്പർ 9, ഇദ്ദേഹത്തിന്റെ സിവിതരൻ, ട്രിവാൻഡ്രം. ഇത്രയും വിജയികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇതിന്റെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ, നിങ്ങൾ വിടനാടെന്നുള്ള കാര്യത്തിൽ മെസ്സേജ് അയച്ചാൽ പരമാവധി ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ വാട്സപ്പ് കണക്റ്റഡ് ആയില്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇവിടെ പുതുവർഷമാണ് വരുന്നത്. ഒരുപാട് ഓഫേഴ്സാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. സോ നമുക്ക് എന്തായാലും വിജയികളെ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ നൽകുന്നതായിരിക്കും. ദെൻ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും. ഗ്ലോബൽ മാർക്കറ്റ് ഡാറ്റ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. നല്ല ഓവറോൾ US മാർക്കറ്റ് ബുള്ളിഷാണ്. ഇൻട്രാഡേയിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ്, ഓവറോൾ സെന്റിമെന്റ്സ് അതൊരു ബുള്ളിഷാണ്. പക്ഷേ ഇൻട്രാഡേയിൽ ഇന്ന് അതൊരു സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 21,507 ട്രേഡിംഗ് നടക്കുന്നത്. 5 പോയിന്റ് ഗ്രീനിലാണ്. മറ്റുള്ള സ്ട്രൈറ്റ് ടൈംസും ഹാങ്സങ്ങും റെഡിലാണ്. അതുപോലെ ഷങ്കായ് കമ്പോസിറ്റ് ഇതും റെഡിലാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോർമലി ഓവറോൾ സെന്റിമെന്റ്സ് കിട്ടാറില്ല. പല ഇൻഡെക്സും പല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും ഗ്രീനിലാണ്. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 16 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. 148 പോയിന്റിന്റെ അഥവാ 0.69% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,365 നിന്നും 76 പോയിന്റ് ലാഭത്തോടു കൂടി 21,441 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 9 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 459 പോയിന്റിന്റെ അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 71,097 നിന്നും 239 പോയിന്റ് ലാഭത്തിൽ 71,336 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് കയറിയിട്ടുണ്ട്. 7.08% വർദ്ധിച്ച് 14.68 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 85 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 427 പോയിന്റിന്റെ അഥവാ 0.9% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 47,576 നിന്നും 148 പോയിന്റ് ലാഭത്തിൽ 47,724 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻനിഫ്റ്റി ഇന്ന് 43 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് 111 പോയിന്റിന്റെ അഥവാ 0.52% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,240 നിന്നും 21 പോയിന്റ് ലാഭത്തിൽ 21,261 ഫിൻനിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് 74.52 ആയിരുന്നു വെള്ളിയാഴ്ചയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അത് 74.46 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് സർവകാല റെക്കോർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2062.52 ആണ് ഇപ്പോൾ ഉള്ള റേറ്റ്. കേരളത്തിൽ ഇത് കല്യാണ സീസൺ ആണ്. ഈ സമയത്ത് നല്ല രീതിയിലാണ് ഗോൾഡ് റേറ്റ് വേൾഡ് മാർക്കറ്റിൽ തന്നെ കൂടി നിൽക്കുന്നത്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. 83 രൂപ 19 പൈസയാണ് ഒരു US ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം മെനക്കെടുത്തി എന്നത് മാത്രമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെഷൻ വിട്ടുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓവറോൾ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് 1.14% ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തി. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ ഇത് 3 സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് 0.9% പ്രോഫിറ്റ് രേഖപ്പെടുത്തി. IT ബീസ് ഇന്ന് ബെയറിഷ് ആയിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ലോറസ് ലാബ്സ് ഇന്ന് 4.93% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ജുബിലന്റ് ഫുഡ്സ് 1.97% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ലോറസ് ലാബ്സ്, ഡിവിസ് ലാബ്, ഹിന്ദ് പെട്രോ, REC ലിമിറ്റഡ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, അദാനി എന്റർപ്രൈസസ്, IEX, NTPC, ഭാരത് ഫോർജ്, ONGC, വോൾട്ടാസ്, ഗ്രാസിം ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ജുബിലന്റ് ഫുഡ്സ്, ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസസ്, ഇൻഫി, പെർസിസ്റ്റന്റ്, ശ്രീറാം ഫിനാൻസ്, ഇൻഡ് ഹോട്ടൽസ്, TCS, HDFC AMC, എംഫസിസ് ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1280 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 889 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1ന്റെ മുകളിൽ തന്നെ തുടരുകയാണ്. 1.23 ആണ് ഇന്നത്തെ PCR. 21,441 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 58 പോയിന്റ് മുകളിലായിട്ട് 21,499 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.09 ആയിട്ട് ബുള്ളിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. 47,725 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 162 പോയിന്റ് മുകളിലായിട്ട് 47,887 ഫ്യൂച്ചറിന്റെ പ്രൈസ് ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് 5 ദിവസത്തേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ ആയിട്ടാണ് നിൽക്കുന്നത്. 21,300 ഇവിടെ 1,06,00,000 പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു റെസിസ്റ്റൻസ് ലൈൻ നോക്കുകയാണെങ്കിൽ 21,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്, അതുപോലെ 1,05,00,000 കോളും റൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന്റെ എക്സ്പയറി 21,300 21,500 ഇടയിലായിട്ട് ഫിക്സ് ചെയ്യാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,68,00,000 കോളും 4,92,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 1 PCR വരുന്നത്. 21,441 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്.
ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും 47,500 ഒരു നല്ല രീതിയിൽ പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. 34 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റെസിസ്റ്റൻസ് ലൈനിൽ നോക്കുകയാണെങ്കിൽ 48,000 ഇവിടെ ഹയസ്റ്റ് കോൾ റൈറ്റ് നടന്നിട്ടുണ്ട്. 35 ലക്ഷം രണ്ട് സ്ഥലത്തും 47,500-ന്റെയും 48,000-ന്റെയും ഇടയിൽ ക്ലോസ് എക്സ്പയറി ചെയ്യിക്കാനാണ് പരിപാടി എന്ന് തോന്നുന്നു. 1,33 ലക്ഷം കോളും 1,52 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിരിക്കുന്നു. മൊത്തത്തിൽ അതുപോലെ PCR വരുന്നത് 1.1 ആണ്. 47,724 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളത്തേക്ക് ഈവൻസുകളോ കോർപ്പറേറ്റ് ആക്ഷൻസോ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ സെഗ്മെന്റ് വിട്ടുപോകാം. ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2036 രൂപയുടെ അഥവാ 0.3% പ്രോഫിറ്റ് മാത്രമാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. 14 ട്രേഡിൽ നിന്നും 1:1.21 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് അച്ചീവ് ചെയ്തത്. നിഫ്റ്റിയിൽ 2.1% പ്രോഫിറ്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റിയിൽ 3.5% ലോസ് ഉണ്ടായി. ഫിൻ നിഫ്റ്റിയിൽ ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ. അതേപോലെ മിഡ് ക്യാപ്പിൽ 2% ലോസ് ഉണ്ടായി. സെൻസെക്സിൽ ഇന്ന് 1.4% പ്രോഫിറ്റ് ഉണ്ടായി. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 3.5% പ്രോഫിറ്റ് ഉണ്ടായി. മൊത്തത്തിൽ ഈ മാസം ഡിസംബർ മാസം നമ്മൾ മാസം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 463 ട്രേഡിൽ നിന്നായിട്ട് 77.2% പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 1:2.55 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഈ മാസം പ്രോഫിറ്റിലാണ്, 22% വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 18% വന്നിട്ടുണ്ട്, അതും ഓക്കെയാണ്. ഫിൻ നിഫ്റ്റി ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒരു പരിധി വരെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നൊരവസ്ഥയിൽ പറയാം. കാരണം ബ്രോക്കറേജ് ഇതൊന്ന് പോയി കഴിയുമ്പോൾ അതൊരു മൈനസിലേക്ക് തന്നെ വരും. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 55% പ്രോഫിറ്റ് വന്ന് സൂപ്പറായി നിൽക്കുന്നുണ്ട്. സെൻസെക്സ് ആണെങ്കിൽ 110% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു 255% പ്രോഫിറ്റുമായിട്ട്. എന്തായാലും അടിപൊളി പ്രോഫിറ്റാണ് എല്ലാ സെക്ടറിലും. നിഫ്റ്റിയിൽ ഓക്കെയാണ്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ആ ഫിനാൻസ് സെക്ടർ മാത്രമാണ് ഒരല്പം വീക്കായിട്ട് നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ഈ 3 ദിവസത്തോളം ഉണ്ട്. എന്തായാലും നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റാസ് ലെവൽസിൻ്റെ പെർഫോമൻസ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ബ്രേക്ക് ഔട്ട് ലൈനിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി, ബ്രേക്ക് ഔട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി R1 കട്ട് ചെയ്ത് R2-ൽ ടച്ച് ചെയ്തു. അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കൊടുത്തു, ദെൻ അവിടെ കൺസോൾഡേറ്റ് ചെയ്തു. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ താഴെയാണ് ഇന്ന് ഓപ്പൺ ആയത്. ഒരു ബെയറിഷ് സൈഡിലാണ് ഓപ്പൺ ആയത്, ഫ്ലാറ്റ് ഓപ്പണിങ്. എന്നിട്ട് അത് താഴോട്ട് വന്നിട്ട് അതായത് S1-ൽ ഓപ്പണായി S2-ൽ സപ്പോർട്ട് എടുത്തു, തിരിച്ച് നേരെ ബ്രേക്ക് ഔട്ട് ലൈനിങ് കടന്നിട്ട് R1-ൽ ടച്ച് ചെയ്തു, താഴോട്ട് തന്നെ പോകുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് റാസ് ലെവൽസിൽ ഇപ്പോൾ ഇൻഡെക്സുകൾ മൂവ് ആകുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ഫിൻ സർവീസസ് ആണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. മിഡ് ക്യാപ്പിൽ ഇന്ന് ഒരു യെസ്റ്റർഡേ ഹൈയുടെ അവിടെ ആയിട്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾ അതിൻ്റെ ഒരു വിക്ക് ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ, എക്സാക്ട്ലി നമ്മൾ ബ്രേക്ക് ഔട്ട് ലൈനിനെ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിലോട്ട് തന്നെ കയറിപ്പോയി എന്നുള്ളതാണ്. വളരെ മനോഹരമായ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഇനി സെൻസെക്സിലാണെങ്കിലും മറ്റൊരു രീതിയിലല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് റാസ് ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ ആയിട്ട് ഇവിടെ R1-ൽ ഓപ്പണായി R2-ലേക്ക് പോയി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇനി ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് ആണ് മാർക്കറ്റ്. ഇതിനകത്ത് ഒരുപാടൊന്നും പറയാനില്ല. 3 ഗ്രീൻ ക്യാൻഡിൽ കണ്ടതുകൊണ്ട് മാർക്കറ്റ് ബുള്ളിഷായി എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഇവിടെ ഈ ഒരു റേഞ്ചിനെ കട്ട് ചെയ്യാതെ ഇനി നമുക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ മുമ്പേ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് RSI ഇനി ഒരു 50 ലെവൽ 60-ന്റെ താഴെ ഇറങ്ങി എത്തുന്നത് വരെ മാർക്കറ്റ് സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ ഗ്രീൻ കണ്ടെങ്കിൽ നാളെ വലിയൊരു റെഡ് വരും, എന്നിട്ട് വീണ്ടും ഒരു പതുക്കെ മുകളിലോട്ട് കൊണ്ടുവരും, വീണ്ടും വലിയൊരു റെഡ് കൊണ്ടുവരും. അങ്ങനെ അതിനെ സൈഡ് വൈസ് കൊണ്ടുപോയി RSI ഒരു 60-യുടെ താഴെ ഒന്ന് 50-52 എത്തുമ്പോൾ ഒന്നുകിൽ ഒരു ലോങ് ബിൽഡപ്പ് വന്നിട്ട് മുകളിലോട്ട് മാർക്കറ്റ് കയറും, അല്ലെങ്കിൽ ഒരു ഫർദർ ഫോൾ ഇവിടെ നിന്ന് ഉണ്ടാവും. എന്തായാലും അതുവരെ നമ്മൾ ഇതിനെ ഈ സൈഡ് വൈസ് മാർക്കറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ക്ലിയർലി എൻഗൾഫിംഗ് ക്യാൻഡിൽസ് വന്ന് സൈഡ് വൈസ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സൈഡ് വൈസ് ആണെന്നുള്ളത്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിലും ഒരുപാടൊന്നും കാര്യങ്ങൾ നോക്കാനില്ല. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതുള്ളത്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് നാളെ മാർക്കറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പറയൂ എന്നുള്ളത് പറയാൻ എൻ്റെ കയ്യിൽ മാജിക് ഒന്നുമില്ല.
സോ ഇവിടെ ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് നമുക്കൊരു സിഗ്നൽ തന്നാൽ മാത്രമേ നിങ്ങളെപ്പോലെ എനിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ക്ലിയർലി എൻ്റെ മുന്നിൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ RSI അതിൻ്റെ ഒരു ബൈങ് സോണിലേക്ക് എത്തണം, ഒരു ലോങ് ബിൽഡപ്പ് വരുന്ന ആ ഒരു സോണിലേക്ക് അത് ഇറങ്ങി എത്തിയാൽ മാത്രമേ ഫർദർ മാർക്കറ്റിൽ ഒന്നൊരു ഫോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റാലി ഉണ്ടാവും. രണ്ടിനായാലും അതായത് ഒരു ഫ്ലാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാ ഈ രീതിയിൽ ഇവിടുന്ന് ഈ ഫ്ലാഗിൻ്റെ സമയത്താണ്. അപ്പോൾ RSI നോക്കുകയാണെങ്കിൽ ഇവിടെ RSI ഒരു പീക്കിൽ വന്ന് നിൽക്കുകയായിരിക്കും. ഈ ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ പോയിട്ട് ഒരു 50 ലെവലിലേക്ക് പോകും. പിന്നെ ഫർദർ ഇവിടെ താഴോട്ടായാലും മുകളിലോട്ടായാലും, അവിടെ താഴോട്ടാണെങ്കിൽ RSI ഫർദർ ഫോളോ വരും, അല്ല ഇവിടുന്ന് മുകളിലോട്ടാണെങ്കിൽ RSI മുകളിലോട്ട് കയറുകയും ചെയ്യും. അത് ഒരേ പാറ്റേണിലാവും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യണം എവിടം വരെ അത് പോയിട്ട് എത്തും എന്നുള്ളത്. അതേപോലെ ഇവിടെ മിഡ് ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിൽ ഇടയ്ക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, വീണ്ടും അത് അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക്. ഇപ്പോൾ മാസം തീരാൻ പോവാണ്, നമ്മുടെ ടാർഗറ്റ് എല്ലാം തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാടൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. കാരണം ഔട്ട് ഓഫ് റേഞ്ച് പോകുന്ന മാർക്കറ്റിന് ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുക എന്നേ ഉള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. കാരണം അതിനകത്ത് വലിയ പ്രോഫിറ്റിനായിട്ട് ടാർഗറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അത് ട്രാപ്പ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് കയറി പോകണം എന്നില്ല. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നാളെ നമുക്ക് എക്സ്പയറി ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ മാസത്തെയും കൂടെ വ്യാഴാഴ്ച ഉണ്ടാവും. അടുത്ത മാസം മുതൽ അത് ബുധനാഴ്ചത്തേക്ക് മാറും തോന്നുന്നു മന്ത്ലി എക്സ്പയറി. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ കമൻറ്റുകൾക്കുള്ള മറുപടി പറയാം. ഈ ചാനൽ ഇതുവരെയായിട്ട് 8540 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് 2050 പേരാണ് കണ്ടിട്ടുള്ളത്. 77 കമൻറ്റുകളാണ് അതിനായി വന്നിട്ടുള്ളത്. അച്ചു കൈനോത്ത്, ഓക്കെ. റഷീദ് ഭായ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ആ നല്ല സമയം പണം കൊടുത്താൽ കിട്ടാത്തത്. തീർച്ചയായിട്ടും ഞാൻ അന്നേ ദിവസത്തെ വീഡിയോയിൽ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ ഇൻട്രോ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അത് ഒരു കാര്യമായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മിക്ക ട്രേഡേഴ്സിനും പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ട്രേഡ് ചെയ്യുന്നതാണെങ്കിലും ട്രെയിനിങ് ടൈം കഴിഞ്ഞാലും നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല, ബോറടിച്ച് ഒന്നുമില്ല, അവിടെ കിടന്ന് എന്തെങ്കിലും TV കണ്ട് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് സമയം കളയും. എവിടെയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതെ പരമാവധി വീടിനകത്ത് ചടഞ്ഞിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, സത്യമാണ്, പഴം കൊണ്ട് വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം മനുഷ്യരും പണത്തിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കും. ഹാപ്പി ക്രിസ്മസ്. തീർച്ചയായിട്ടും ക്രിസ്മസിന് പറയാൻ പറ്റിയ നല്ലൊരു മെസ്സേജും കൂടിയാണത്. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക. ആയിഷ പറഞ്ഞിരിക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം. നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സാറിൻ്റെ ഹെൽപ്പ് വേണം. നിങ്ങളുടെ വീഡിയോസാണ് എനിക്ക് വീണ്ടും പ്രചോദനമായത്. ബിഗ് താങ്ക്സ്. താങ്ക് യു വെരി മച്ച് ആയിഷ. നല്ലൊരു മെസ്സേജാണ് നിങ്ങളുടേത്. മുഹമ്മദ് അലി പേരാമ്പ്ര, വളരെയധികം വിലപ്പെട്ട ഒരു മെസ്സേജാണ് താങ്കൾ ഈ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരിഗണന കൊടുക്കണം. കാരണം പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ചെറുപ്പകാലം നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം കുട്ടികൾ വർഷത്തിൽ 1-2 മാസം വന്നു നിന്ന് കുട്ടികൾ അവരെ പരിചയപ്പെടുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ചെറിയ കുഞ്ഞുനാളിലെ കളികളും കാര്യങ്ങളൊക്കെ പ്രവാസികൾക്ക് വളരെയധികം നഷ്ടപ്പെടുന്നതെന്ന്. രണ്ടാമത്തെ ടീമാണ് ട്രേഡേഴ്സ്. കാരണം കുട്ടികൾ അടുത്ത് വന്ന് ഈ കൊഞ്ചലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ട്രേഡേഴ്സിനാണെങ്കിൽ ലോസ് വന്ന ദിവസം ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഇവിടെ യൂസർ XB പറഞ്ഞിരിക്കുന്നു, ഗുഡ് മോർണിംഗ് മോനെ, ഒരുപാട് നല്ല ഉപദേശങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയതിന് 1000 നന്ദി. താങ്ക് യു വെരി മച്ച്. ആൻഡ് അലക്സാണ്ടർ, നഷ്ടമാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്നത് നല്ല പോസിറ്റീവ് എനർജി തരുന്നു. ഈ വീഡിയോകളുടെ ഗുണം തിരിച്ചറിയുമ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒന്നും നിൽക്കില്ല. നല്ല ക്വാളിറ്റിയുള്ള അവതരണം. താങ്ക് യു വെരി മച്ച് സർ. നിങ്ങളുടെ വാക്കുകൾ പൊന്നാകട്ടെ. ഫിറോസ്, നിങ്ങൾ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാമോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ ഇനീഷ്യൽ ലെവലിൽ ഇൻട്രോ കാണിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അതിലൊരു ഹായ് മെസ്സേജ് വിടുകയാണെങ്കിൽ ഫിറോസ് നമുക്ക് സംസാരിക്കാം. താങ്ക്സ് റഷീദ് ഫോർ സോഫ്റ്റ് റിമൈൻഡർ. നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്താൽ. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്, ഒരു റിയാലിറ്റിയാണത്. റംഷു, ഡാറ്റ കട്ടായി ഇന്ന് പെട്ടുപോയി, എങ്കിലും പ്രോഫിറ്റിൽ നിന്നും പോയി എനിക്കൊന്നും അറിയുമായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയതിന് ശേഷം കുറച്ച് അറിയാൻ തുടങ്ങി. ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച് ബ്രദർ. മിനി ചന്ദ്രൻ, നല്ല എക്സ്പ്ലനേഷൻ പഠിക്കുന്നുണ്ട് കുറെ കൂടി. താങ്ക് യു ഫോർ യുവർ ഓൾ വീഡിയോസ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും അത് വാച്ച് ചെയ്യുന്നതിലും അത് ഷെയർ ചെയ്യുന്നതിലൊക്കെ താങ്ക് യു വെരി മച്ച്. സുഗു പ്രമോ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. തിങ്കർബോ, താങ്ക് യു വെരി മച്ച്. RIV 324, 200% true, dear, what you said, really. Thank you very much, brother.
മുത്തു യാമാമ മൊത്തം പോയി. അയ്യോ ബ്രദർ, അങ്ങനെയൊന്നും പറയില്ല, എല്ലാം വരും, പോയതൊക്കെ വരും, പോകുന്നതിനൊരു പരിധി വയ്ക്കണം, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്ന രീതിയിൽ ലോസ് വരുമ്പോൾ കൃത്യമായ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെ ലോസിനെ കൊണ്ടുപോകണം. ഓൾ ഇൻ ഓൾ ഗുഡ് പ്രസൻറ്റേഷൻ, താങ്ക് യു വെരി മച്ച് ബ്രദർ. ശരത് കുമാർ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. മുത്തുയമ്മ, വ്യാഴം 3000 പ്രോഫിറ്റ് കിട്ടിയ ശേഷം ഹ്യൂജ് ലോസ്, വെറും 4000 അക്കൗണ്ടിൽ ബാക്കി, എത്ര രൂപ നഷ്ടപ്പെട്ടു എന്നറിയില്ല. അങ്ങനെ രീതിയിലേക്ക് ഒരിക്കലും ട്രേഡിനെ കൊണ്ടുപോകരുത്. അതായത് 3000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരു ദിവസം പരമാവധി 6000 രൂപ വരെ കൊണ്ടുപോകാൻ നിങ്ങൾ നല്ല ട്രേഡർ ആണെങ്കിൽ. അല്ലെങ്കിൽ 3000 2000 ഒക്കെ ലോസ് വരുമ്പോൾ തന്നെ നിർത്തിയേക്കണം. മുഹമ്മദ് സുഹേൽ, സർ 36 ലോട്ട് നിഫ്റ്റി 21500 CE മന്ത്ലി എക്സ്പയറി ₹86 ബൈ ചെയ്തു, എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം, ഹോൾഡിങ്ങിലാണ്. ട്യൂസ്ഡേ പെട്ടെന്ന് വിൽക്കണോ അതോ പ്രോഫിറ്റ് വരെ ഹോൾഡ് ചെയ്യണോ? പ്ലീസ് റിപ്ലൈ. നിങ്ങൾ പെട്ടുപോയതായാലും നിങ്ങൾ ഹോൾഡ് ചെയ്തതായാലും എന്തായാലും ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു എന്താ പറയുക, സൈഡ് വൈസ് ആയിരുന്നെങ്കിൽ കൂടി മുകളിലോട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. സജയ് കുമാർ, താങ്ക്സ്, ഹാപ്പി ക്രിസ്മസ്, താങ്ക് യു വെരി മച്ച് ബ്രദർ. ടിജോ പോൾ, താങ്ക് യു വെരി മച്ച്, മെരി ക്രിസ്മസ്. ഇന്ത്യൻ പുതിയ സബ്സ്ക്രൈബറായ എനിക്ക് അടുപ്പിച്ച് ഓപ്ഷൻസ് എടുക്കാനുള്ള മെസ്സേജ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എക്സാം നിഫ്റ്റി തന്നെ പല പ്രൈസിൽ കാണുമ്പോൾ അതുകൊണ്ടെല്ലാം എടുക്കാൻ പറ്റുന്നില്ല. ബ്രദർ, ഞങ്ങളുടെ ഗ്രൂപ്പിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ ഓരോ ഇൻഡെക്സ് മാത്രമാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് ഒരുപാടുണ്ടാവും, എല്ലാ ഇൻഡെക്സിൻ്റെയും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അതിനകത്ത് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് സത്യം പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് വീഡിയോ രൂപത്തിൽ അതിനകത്ത് പറഞ്ഞു തന്നിട്ടാണ് എൻട്രി തരുന്നത്. സോ ആ എൻട്രി നോക്കുക, അത് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടുപോകേണ്ടത് വേറെ ആരും പറയേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ആ വാട്സപ്പിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞുതരാം. ശ്രീരാംദാസ്, ഫിലോസഫി, താങ്ക് യു വെരി മച്ച്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സന്ദേശം ഞാൻ ഡെലിവർ ചെയ്തു എന്നേ ഉള്ളൂ. അത് ആ രീതിയിലേക്ക് എന്തായാലും കുഴപ്പമില്ല. താങ്ക് യു. യദു കൃഷ്ണ, ഹാപ്പി ക്രിസ്മസ്, ഗോഡ് ബ്ലസ്, താങ്ക് യു വെരി മച്ച് ബ്രദർ. ലിജോ എം ജോസഫ്, കറക്റ്റ്, താങ്ക് യു വെരി മച്ച്. പ്രകാശ് യാനിക്കാട്, ഓക്കെ, 100% ശരിയാണ്, താങ്ക് യു വെരി മച്ച്. ലെജൻഡറി ബീസ്, താങ്ക് യു വെരി മച്ച്. പ്രിയ ജോർജ്, ഹാപ്പി ക്രിസ്മസ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് നിഷാദ് പട്ടേപ്പാടം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു വെരി മച്ച് ബ്രദർ, ഹാപ്പി ന്യൂ ഇയർ ടു യു ടു. കെ വി സന്തോഷ്, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റഖീഖ്, താങ്ക് യു വെരി മച്ച്. മുത്തു യാമാമ, ഇനി കുറച്ചു കാലം നോക്കിയിരിക്കാം ബ്രദർ, അങ്ങനെ ഒരു ഡൗൺ ആവല്ലേ, കമോൺ. നമ്മൾ അങ്ങനെ ഡെസ്പായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ട്രാവൽ മലയാളം, താങ്ക് യു വെരി മച്ച്. രാജേഷ് കുമാർ, എത്ര ലേറ്റ് ആയാലും സാറിൻ്റെ വീഡിയോ കാണാതെ ഉറങ്ങാറില്ല, ഐ ആം ഇൻ ബഹ്റൈൻ, താങ്ക് യു വെരി മച്ച് രാജേഷ്. ആൻഡ് അതൊരു ഭയങ്കര സ്പിരിറ്റല്ല, ഒരു അഡിക്ഷൻ വരുന്നുണ്ടോ വീഡിയോന്? തീർച്ചയായിട്ടും എന്തായാലും വളരെയധികം സന്തോഷം. യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. സജിത് തമ്പുരു, ഹാപ്പി ക്രിസ്മസ്, താങ്ക് യു വെരി മച്ച്. ഹരിനാഥ് കുട്ടൻ, താങ്ക് യു വെരി മച്ച്, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, വിൻറ്റേജ് കൂൾ ബാർ, സർ പറഞ്ഞത് ശരിയാണ്, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ്, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയില്ല. അയാളുടെ വരികൾക്കിടയിൽ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഉപകാരപ്പെട്ടു തുടങ്ങി. സർ ഇന്നലെ ആ ഗ്രൂപ്പിൽ ഒരു ഇൻഫർമേഷനും തന്നില്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ സമയത്താണ് വരിക. അങ്ങനെ ഇന്ന ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ഞാൻ ഒരു സപ്പോർട്ടും കൊടുക്കാറില്ല, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യാറില്ല. വല്ലപ്പോഴും എവിടെയാണോ ഞാൻ ഫ്രീ ആവുന്ന ആദ്യം പോപ്പപ്പ് ചെയ്ത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഗ്രൂപ്പ് ഏതാണ് അതിലായിരിക്കും അന്ന് ഞാൻ കയറി മേയുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഞാൻ പ്രത്യേകം, കാരണം അതിലെ അഡ്മിൻസ് എന്നെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ അഡ്മിൻ തന്നെ ഗ്രൂപ്പ് ലെഫ്റ്റ് ചെയ്ത് പോയി എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോഴും ആ ഗ്രൂപ്പിലുണ്ട്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വലിയ ഞാൻ പറഞ്ഞത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഇതായിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓൾറൈറ്റ്, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്, ബൈ.